അപ്പോൾ നിങ്ങൾ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കണ്ടേ? പക്ഷെ എന്നാലും വെറുതെ ചോദിക്കാം, അടുത്ത ഡൽഹിയുമായിട്ടുള്ള പോരാട്ടത്തിൽ പരാജയപ്പെട്ട എന്ത് സംഭവിക്കും? മാനേജ്മെന്റ് ഔട്ട്. അപ്പോൾ സമയനോട് ചേരാം. മാനേജ്മെന്റ് എന്ത് പറഞ്ഞാലും മാനേജ്മെന്റ് ഔട്ടാ. നീയൊക്കെ വെറും ആരാധകർ മാത്രമാണ്, നിങ്ങളൊന്നും അവകാശികളല്ല. അതുകൊണ്ട് ഇവിടെ നിൽക്കണോ അതോ പോകണ്ടെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ആയിക്കോട്ടെ, എന്നാൽ എന്ത് മാജിക് കാണിച്ചിട്ടാന്ന് പറയണ്ട. അടുത്ത സീസണിൽ ഈ ടീം ഈ ലീഗിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഇവിടെ ഇറങ്ങേണ്ട ആവശ്യമില്ല. അവരറക്കിക്കും. സീസണിലെ പകുതിക്ക് വെച്ചിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായുള്ള ഡേവിഡ് കറ്റാലയെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കി. മെയിൻ കോച്ചിന്റെ കൂടെ അസിസ്റ്റന്റ് കോച്ചിനെയും അവർ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അങ്ങനെ മെയിൻ കോച്ചിന് പകരമായിട്ട് ആഷ്ലി വെസ്റ്റ്വുഡിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുന്നു. സോ പുള്ളിക്കാരൻ ബാംഗ്ലൂർ FC അതുപോലെ പഞ്ചാബിനൊക്കെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിക്കാൻ കഴിയുന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടറിയാം. ഇനി എന്തായാലും നമുക്ക് അടുത്ത മത്സരത്തിന്റെ പ്രീ മാച്ചിലോട്ട് പോവാം. അടുത്ത ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെയാണ്. സ്പോർട്ടിംഗ് ഡൽഹിയുടെ മുഖ്യ പരിശീലകനാണ് തോമസ് ഷോസ്. അതായത് കൃത്യമായിട്ട് ബ്ലാസ്റ്റേഴ്സിനെ പഠിച്ചിട്ടായിരിക്കാം തോമസ് ഷോസും വരുന്നത്. പിന്നെ ഡൽഹിക്ക് മികച്ച താരങ്ങളുണ്ട്. കട്ടിമണി, നോറോ ഫെർണാണ്ടസ്, അലക്സ് സജി, ഐമൻ, അസർ. എന്തുകൊണ്ടും ബ്ലാസ്റ്റേഴ്സിനേക്കാൾ വളരെ സ്ട്രോങ് ആയിരിക്കും സ്പോർട്ടിംഗ് ഡൽഹി. പോയിന്റ് ടേബിളിൽ 12ാം സ്ഥാനത്താണ് ഡൽഹി നിൽക്കുന്നത്, 13ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് നിൽക്കുന്നത്. എന്തായാലും ഇരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം വെരി ടഫ് തന്നെ ആയിരിക്കും. അതായത് ഇരു ടീമിനും ജയം അനിവാര്യമാണ്. ഇനി നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലോട്ട് വരാം. ബ്ലാസ്റ്റേഴ്സ് 6 മത്സരത്തിൽ നിന്ന് 1 പോയിന്റ് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിനുണ്ട്. ഡൽഹിക്കാണെങ്കിൽ 2 പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ 12ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഈ ഒരു മത്സരം ഇരു ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ടഫ് ആയിരിക്കും. പിന്നെ ഇത് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഹെവേ മത്സരമാണ്. അതുകൊണ്ട് തന്നെ ഹെവേ മത്സരത്തിലാണ് ഇപ്പോൾ കുറച്ചുകൂടി പ്രതീക്ഷകളില്ല. എന്തായാലും നമ്മൾ കണ്ടറിയാം. ഈ വീഡിയോനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയണമെന്നില്ല. ബ്ലാസ്റ്റേഴ്സ് അടപടലം മൂഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഈ ഒരു മത്സരം ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷമായിരിക്കും ഈ ഒരു മത്സരം നടക്കുക. അതായത് അടുത്ത മാസം 5-ാം തീയതിയാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. പിന്നെ ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ പോകുന്നത് പുതിയ കോച്ചിന്റെ കീഴിലാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, പുതിയ കോച്ചിന്റെ പ്ലാൻ എന്താണ് അതൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യം. പിന്നെ ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഗോൾ കീപ്പിംഗ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് സച്ചിൻ സുരേഷിനെ തന്നെയാണ്. കാരണം ഹർഷ് അൻവർഷയ്ക്കിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3-4 മത്സരത്തിൽ ലോ പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. പുതിയ കോച്ചിന്റെ കീഴിലാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ചേഞ്ചുകൾ ഉണ്ടാവാനുള്ള ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എന്താ ഞാൻ കൂടുതലായിട്ടൊന്നും ഈ ഒരു വീഡിയോനെ കുറിച്ച് പറയുന്നില്ല. സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പിന്നെ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.